ഇലക്ട്രൽ ബോണ്ടിന്റെ എല്ലാ വിവരങ്ങളും SBI തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറി. വിവരങ്ങൾ കൈമാറാൻ സുപ്രീംകോടതി അനുവദിച്ച സമയം അവസാനിക്കുന്ന പശ്ചാത്തലത്തിലാണ് SBIയുടെ നടപടി. ബോണ്ടിന്റെ തിരിച്ചറിയൽ നമ്പറുകൾ അടക്കമാണ് കൈമാറിയതെന്ന് SBI സുപ്രീംകോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നു. ഇലക്ട്രൽ ബോണ്ട് സ്വീകരിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ വിവരങ്ങൾ, ഓരോ ബോണ്ടിന്റെയും യൂണിക് നമ്പർ എന്നിവയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറാൻ SBIയോട് നിർദ്ദേശം നൽകിയിരുന്നത്. എന്നാൽ ഇലക്ട്രൽ ബോണ്ട് വാങ്ങിയ കമ്പനികളുടെ പേരുകളും പണം മാറിയെടുത്ത രാഷ്ട്രീയ പാർട്ടികളുടെ പേരുകളും മാത്രമായിരുന്നു SBI നേരത്തെ കൈമാറിയത്. ഇതിന് പിന്നാലെ കോടതി രൂക്ഷമായി വിമർശിക്കുകയും പൂർണ്ണമായ വിവരങ്ങൾ കൈമാറണമെന്ന് കർശന നിർദ്ദേശം നൽകുകയുമായിരുന്നു. ആൽഫ ന്യൂമറിക്കൽ നമ്പർ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത്. നേരത്തെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന വിവരങ്ങൾ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. അതേസമയം 2018 മുതലുള്ള ഇലക്ട്രൽ ബോണ്ട് വിവരങ്ങൾ പുറത്തുവിടണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ സിറ്റിസൺസ് റൈറ്റ് ട്രസ്റ്റ് ഹർജി നൽകിയിട്ടുണ്ട്. അതിനിടെ 35 ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ട്രൽ ബോണ്ട് വഴി സംഭാവന നൽകിയെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് അഭിപ്രായപ്പെട്ടു. 1000 കോടിയോളം രൂപ സംഭാവന നൽകിയതായും ഇതിൽ 7 കമ്പനികൾ നിലവാരമില്ലാത്ത മരുന്നുകളുടെ പേരിൽ അന്വേഷണം നേരിട്ടവരാണെന്നും ജയറാം രമേശ് കൂട്ടിച്ചേർത്തു. കമ്പനികളും സർക്കാരും തമ്മിൽ എന്തിടപാടാണ് നടന്നതെന്ന് മനസ്സിലാക്കാമെന്നും ജയറാം രമേശ് ആരോപിച്ചു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.